സ്ത്രീയോ? ആ, വരാൻ പറയും. നീ ഇവിടെ? ഇഷ്ടപ്പെട്ടില്ലല്ലേ? എന്റെ ഇഷ്ടം നോക്കിയല്ലോ നീ ജീവിച്ചത്. നിനക്കെന്ത് വേണം? പറയൂ. എന്റെ മകന്റെ മുമ്പിൽ വെച്ച് അവന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചില്ലേ? അതിനുത്തരം പറയാൻ. കേൾക്കണം. എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ പോവില്ല. പോവില്ലേ? ഇല്ല. അന്നാ കടപ്പുറത്ത് നിന്നെ കൊല്ലേണ്ടതായിരുന്നു. ഒറ്റോ ഇനി നീ ഇവിടെ നിന്നാൽ കൊല്ലുമില്ലേ? മിസ്റ്റർ കുര്യാക്കോസ്, പേടിപ്പിക്കരുത്. ഒരു കാലത്ത് ഈ കടൽക്കരയിൽ കെട്ടും പൊട്ടും തിരിയാതെ വളർന്ന ആ പാവം പെണ്ണല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സാറ. ഓർമ്മയുണ്ടല്ലോ, ഒരിക്കൽ ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്ന നിങ്ങൾക്ക് ദാഹിച്ച വെള്ളം പോലും തരാതെ എന്റെ അമ്മ ഇറക്കി വിട്ടത്. പിന്നീട് ഞാനും ആഹാരം കഴിച്ചില്ല. വിശപ്പും ദാഹവും സഹിച്ച് കടൽക്കരയിൽ പലനാൾ ഞാൻ കാത്തുനിന്നു. കണ്ടില്ല. ഒരു രാത്രിയിൽ തളർച്ചയിൽ മയങ്ങിക്കിടക്കുമ്പോൾ ദൂരെ ബോട്ടിന്റെ ശബ്ദം കേട്ടു. അമ്മ അറിയാതെ ഞാൻ പുറത്തിറങ്ങി. അന്നൊരു വാക്ക് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ. ഇല്ല, ചോദിച്ചില്ല. പിന്നീട് കണ്ടപ്പോൾ നിങ്ങൾ അന്വേഷിച്ചത് എന്റെ കുഞ്ഞിന്റെ അച്ഛനെയാണ്. ആരായിരുന്നു ആ പുരുഷൻ? 25 വർഷമായി ഞാൻ എന്നോട് ചോദിച്ച അതേ ചോദ്യം തിരിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഏതായിരുന്നു ആ നിഴൽ? പറയൂ, ഏതായിരുന്നു ആ നിഴൽ? ഡാഡി, മോൾ ഉറങ്ങിയില്ലേ? എനിക്ക് ഡാഡിയോട് ചിലത് പറയാനുണ്ട്. വേണ്ട, സ്വസ്ഥത നശിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനും. എങ്കിൽ മോള് പോയി ഉറങ്ങിക്കൂ. ഉറങ്ങാം, ഡാഡിയുടെ മറുപടി കേട്ടിട്ട്. അതനുസരിച്ചായിരിക്കും പിന്നീട് ഞാൻ ഉണരുന്നത്. ചിലപ്പോ ഒരിക്കലും ഉണരാതെ ഉറങ്ങുന്നത്. നീ എന്താ പറഞ്ഞത്? എന്റെ സന്തോഷമാണ് ഡാഡി ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് നിശ്ചയിച്ച വിവാഹം നടത്തരുത്. മോളെ, ഞാൻ വാക്ക് കൊടുത്തുപോയി. ഞാനും വാക്ക് കൊടുത്തിരുന്നു ജോസിന്. ഡാഡിക്ക് വേണ്ടി ഞാനത് മാറ്റി. പകരം എനിക്ക് വേണ്ടി ഡാഡിയും തിരുത്തണം.
ആരാണ് അവിടെ കുടി കെട്ടുന്നത്? അറിയില്ല മുതലാളി. പോയി പൊളിച്ചു കളയാടാ. വരുന്നടാ വരി. ആരാണ് അവിടെ കുറിഞ്ഞു കെട്ടുന്നത്? ഞാനാ. ഉടനെ പൊളിച്ചു മാറ്റിക്കോ. മുതലാളി വൈകിട്ട് ഈ വഴിക്ക് പോകുമ്പോ കണ്ടുപോകരുത്. ആര്? മുതലാളിയോ? ഏത് അവനാൽ ഈ കുടിൽ ഇവിടെ തന്നെ കാണും. ഇത് പുറമ്പോക്കാം. നിന്റെ ഒരു പുറമ്പോക്ക് പൊളിക്കാൻ വാസു. കല്യാണം ഉറപ്പിച്ച് മനസ്സ് ചോദ്യത്തിന് തീയതി നിശ്ചയിക്കാൻ വന്ന എന്നോടാണോ പറയുന്നത് മകൾക്ക് സമ്മതമില്ലെന്ന്? അത് വാക്ക് തരുന്നതിന് മുമ്പ് അന്വേഷിക്കേണ്ടതായിരുന്നു. നിങ്ങൾ ഇരിക്കൂ. എന്തിന്? പണ്ട് ഈ കടപ്പുറത്ത് മീൻചപ്പ് പെറുക്കി വിറ്റ തന്റെ ബന്ധമിനി എനിക്ക് വേണ്ട. പറയണേ. എന്റെ കുടിൽ പൊളിക്കാൻ അവന്മാരെ അയച്ചു അല്ലേ? ഇനിയുണ്ടോ ആളുകൾ? അയക്ക്. ഞാൻ അവിടെ തന്നെ കാണും, എന്റെ കുടിലിൽ. കുര്യാക്കോസ്, തന്നേക്കാൾ പണവും പദവിയും ഉള്ളിടത്തൊന്ന് ഞാൻ എന്റെ മകനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കും. ഒന്നോർത്തോ, വക കൂടി ഒരു വിഷപ്പാമ്പിനെയാണ് നീ നോവിച്ചു വിടുന്നത്. ആൻഡോ സാർ, അവനെ എടുത്ത് കയറ്റും. രാജന്റെ ആവേശം കൊണ്ടും ശക്തി കൊണ്ടും മാത്രം കുര്യാക്കോസിനെ നേരിടാനാവില്ല. നീ എന്റെ കൂടെ നിൽക്കും. അവനെ എങ്ങനെ നേരിടണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. രാജൻ എന്ത് പറയുന്നു? നിൽക്കാം. ആൻഡോ മുതലാളി, കടലിൽ ജീവിച്ചവനെ കരയിൽ വളർത്താനാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. രാജനെ ഒരു രാജനാക്കണം.
കാര്യം എന്തായി? എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ബോട്ട് ഹൗസിൽ. ഒന്നും പറയണ്ട. ഈ ജോലിയുടെ ഉത്തരവാദിത്വം മുഴുവൻ രാജനെ ഏൽപ്പിച്ചതാണ്. അതിൽ നീ ജയിച്ചാൽ കുര്യാക്കോസിനോട് നാട്ടുകാർക്കുള്ള സ്നേഹവും ബഹുമാനവും തകരും. തോറ്റാൽ ആ തോൽവിയിൽ എനിക്ക് പങ്കുണ്ടാവില്ല. അതോർത്തം. ശരി സാർ. എന്താ മോള് വരാൻ വൈകിയത്? ഫ്ലൈറ്റ് വരാൻ താമസിച്ചു. 1 hour ലേറ്റ്. അതും ആവറോ. എന്റെ മകൾ ഷേളി ബോംബെയിൽ പഠിക്കുന്നു. എക്സാം എങ്ങനെ ഇരുന്നു മോളെ? രാജൻ നമ്മുടെ കൂടെയാണ്. ഓ, പപ്പയുടെ പുതിയ ഗുണ്ട. കൊള്ളാം. ചാൾസ് ബേൺസിന്റെ ചെറിയ കട്ടുണ്ട്. എനിക്ക് അയാൾ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പുറപ്പെട്ടെ. ശരി. ഇവൻ അകത്തോ പുറത്തോ വീഴുന്നതെന്ന് ഇന്ന് രാത്രി അറിയാം. ലാസർ ഫിഷറീസിന്റെ ബോട്ടിൽ വെള്ളിക്കട്ടികൾ കള്ളക്കടത്ത് നടത്തുന്നു. അതെ സാർ, അതെ. ഓക്കെ, താങ്ക്സ്. Mr. Kuriakose, you are under arrest.